നമസ്കാരം. ഇന്ന് കാലത്ത് എനിക്ക് കിട്ടിയൊരു വാർത്ത വളരെയധികം എനിക്ക് ഒരു ഉൾക്കുളിരുണ്ടാക്കിയൊരു വാർത്തയാണ്. ശശി തരൂരിൻ്റെ കാര്യം. ശശി തരൂർ ഒരു കൊലപാതക കേസിലെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ആ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി. സുനന്ദ പുഷ്കർ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. അവർ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പിന്നീട് അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ സ്വാഭാവിക മരണമാണോ അതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളും വാദങ്ങളും പ്രതിവാദങ്ങളും കേസും കൂട്ടൊക്കെ ഉണ്ടായതാണ്. അതിൽ പ്രതിയാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പ്രതിയാകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല. ഞാനങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പറുമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടറുമല്ല. അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ഉള്ള പ്രതികരണമാണ് സാധാരണ പുറപ്പെടുവിക്കാറുള്ളത്. പലർക്കും തോന്നും ഞാൻ ഏതൊരു പാർട്ടിയുടെ വക്താവായിട്ടാണ് സംസാരിക്കുന്നത്. അത് അവരുടെ തോന്നലാണ് അത്രമാത്രം. ഞാൻ ശശി തരൂരിനെ കാണുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരാൾ. നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഒരു 50 വർഷം അമേരിക്കയിൽ താമസിച്ചാലും കേരളം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു കേരളീയൻ എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടാകുമല്ലോ. കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയിട്ടുള്ള ആളുകളിൽ ഒരു പ്രത്യേക വർഗം മാത്രമാണ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കേരളത്തെ മറക്കുന്നവരായിട്ടുള്ളത്. അതെന്തോ ആകട്ടെ, അങ്ങനൊരു വർഗമുണ്ട്. ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ പോകുന്ന ഒരാൾ MP അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് അവരുടെ സങ്കല്പത്തിലുള്ളൊരു കേരളീയനുണ്ട്, ഒരു ടിപ്പിക്കൽ. അതിനപ്പുറം അതൊക്കെ മേലെയായിട്ട് വർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യമാണ് പറയുന്നത്. ചിദംബരം അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾ, കേരളത്തിലുള്ള ആളുകൾ മുഴുവൻ അക്ഷരാഭ്യാസമുള്ളവരാണ്. അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അവർ മുന്തി നിൽക്കുന്നവരാണ്. പക്ഷേ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതാണ്. ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതല്ല, പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ അടക്കം ഞാൻ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാറുണ്ട്. പക്ഷേ ആർക്ക് കേട്ടാലും മനസ്സിലാവും ഇയാൾ മല്ലു ഇംഗ്ലീഷാണെന്ന് മനസ്സിലാവും. ആരോഗ്യ പറഞ്ഞ പോലെ ഒരാൾ അടുത്തിരിക്കുന്ന ഒരാളോട് ട്രെയിനിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, കുറച്ച് ഇങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞ് ഒന്ന് പരിചയപ്പെടാൻ ചോദിച്ചു. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ ഏത് സ്ഥലക്കാരനെന്ന് അറിയില്ല, പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ വെള്ളക്കാരൻ്റെ പോലെയൊക്കെ ഉണ്ട്, ഉത്തരേന്ത്യക്കാരൻ്റെ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു. അപ്പോൾ അയാളെടുത്തോ ഇത് പറഞ്ഞു, എൻ്റെ പേര് കുഞ്ഞുണ്ണീന്നാ, നിങ്ങളുടെ നാട് എവിടെയാണ്? കാരണം ഈ ചോദ്യം കേട്ടപ്പോൾ മനസ്സിലായി, വാട്ട് ഈസ് യുവർ നെയിം എന്ന് കേട്ടപ്പോൾ മനസ്സിലായി. പിന്നെ ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് ചോദിച്ചാൽ വാട്ട്സ് യുവർ നെയിം ചോദിച്ചാൽ പറയും മൈ നെയിം ഈസ് കുഞ്ഞുണ്ണി എന്ന് പറയുന്നൊരു ഇംഗ്ലീഷാണ് നമ്മളുടെ ഇംഗ്ലീഷ്. ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മലയാളത്തിലാണ്. ആയതുകൊണ്ട് തന്നെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, നമ്മൾ ഏത് മറ്റെന്തായാലും പറയാം ഘോര രൂപികളായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയാലും ഭാഷാപരമായിട്ടുള്ള കഴിവുകൊണ്ട് ആൾക്ക് അവിടുന്ന് രക്ഷപ്പെട്ടു പോരാൻ കഴിയും. എവിടെയാണെങ്കിൽ പോലും അത് മനസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് നമുക്കവിടെ ഭാഷാപരമായിട്ടുള്ളൊരു കഴിവ് അതിൻ്റെ ഒരു ഭാഗമാണ്. വാസ്തവത്തിൽ നമ്മളിവിടുന്ന് പോകുന്ന പാർലമെൻറ്റ് മെമ്പർമാർ അവർ പോകുന്ന ആളുകൾ മുഴുവൻ എന്ന് പറയാവുന്ന സാഹചര്യം എന്ന് പറയാം അവിടെ പോയിട്ട്
കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാതെ പോകുന്നു. പിന്നെ മലയാളത്തിൽ പറയാം. മലയാളത്തിൽ പറഞ്ഞാലും ട്രാൻസ്ലേഷൻ വരുന്ന സമയത്ത് പല വാക്കുകളോടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മലയാളത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്, ശരിയാണ്. നമ്മൾ പറയാണ് ഇവരെ അവിടെ നിന്ന് കുറ്റം പറിച്ചു വരണു എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഏത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റിംഗ് മെഷീന് കഴിയില്ല. അപ്പം എല്ലാത്തിനും അതിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ളൊരു രീതിയുണ്ട്. ചില തലയാട്ടിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ മുദ്ര കാണിച്ചിട്ട് മറ്റേ സംസാരിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. ഈ തല ഇങ്ങനെ ആട്ടുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? കാര്യങ്ങൾ ശരിയാ ഇങ്ങനെ പറഞ്ഞ ആളുണ്ട്. ആ രീതിയിലൊക്കെ ആ സ്വതസിദ്ധത അത് മറ്റൊരു ഭാഷയിലൂടെ നമുക്ക് കിട്ടില്ല. അമ്മയെ പത്രാസിൻ്റെ പേരിൽ മമ്മീന്ന് വിളിച്ചു, അച്ഛനെ ഡാഡിന്ന് വിളിച്ചു. അങ്ങനെ 10-12 മക്കളുണ്ട്. മക്കൾ മുഴുവൻ കോൺവെൻറ്റ് വിദ്യാഭ്യാസം. മമ്മിയായി വിളി, ഡാഡിയായി വിളി. നമ്മുടെ ഒരു പ്രശസ്തനായിട്ടുള്ള കവി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ക്ഷമിക്കണം. അപ്പോൾ അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ ഈ പിള്ളേരും മുഴുവൻ വന്നിട്ട്, പിള്ളേർ പക്ഷേ അമ്മയുടെ സ്നേഹമൊക്കെയാണ്. അവരെല്ലാവരും ഒന്ന് കരച്ചിലാരംഭിച്ചു. മമ്മി 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 ഞങ്ങളെ വിട്ടുപോകണം, മമ്മി ഞങ്ങളെ വിട്ടുപോകണം, മമ്മി എന്നൊക്കെ കരച്ചിലാരംഭിച്ചപ്പോൾ മമ്മി എന്തോ പറയുന്നുണ്ട്. അവിടെ കിടക്കുന്ന ആ സ്ത്രീ, വയസ്സായിട്ടുള്ള സ്ത്രീ എന്തോ ചുണ്ടരക്കുന്നുണ്ട്. അപ്പോൾ ആര് പറഞ്ഞു നിങ്ങളൊന്ന് കരയാതിരിക്കും, എന്തോ മുത്തശ്ശിക്ക് എന്തോ പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും നിശബ്ദരായി. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അവർക്ക് കഴിയാവുന്ന രീതിയിൽ നാക്കൊക്കെ ഇറങ്ങി പോയിരിക്കുകയാണ്, ഊർത്തൻ വലിക്കാൻ തുടങ്ങിയിരിക്കുക. അവർ പറഞ്ഞത് ഇതാണ്, മക്കളെ എന്നെ അമ്മ എന്ന് വിളിക്കും മക്കളെയൊന്നും. അങ്ങനെ അവസാനം ഇവരെല്ലാവരും കൂടി അമ്മേ 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 അമ്മ ഞങ്ങളെ വിട്ടുപോകണം അമ്മേ, പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ള അമ്മയെന്നൊക്കെയും പറഞ്ഞ് ആ അമ്മേ 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 എന്നുള്ള വിളി കേട്ടുകൊണ്ട് ആ അമ്മ മമ്മിയായി. ഇത് ചെമ്മനം ചാക്കോ അദ്ദേഹമാണത് എഴുതിയത്. അമ്മേ എന്നുള്ള വിളി കേട്ടുകൊണ്ട് സന്തോഷമായിട്ട് ആ അമ്മ മമ്മിയായിരുന്നു. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വതസിദ്ധമായിട്ടൊരു ഭാഷയുണ്ടല്ലോ, അത് വിട്ട് മറ്റൊന്നുകൂടിയുണ്ട്. തൃശ്ശൂരിൻ്റെ ഭാഷ, തിരുവനന്തപുരത്തിൻ്റെ ഭാഷ. ഇതുപോലെ ഹിന്ദിയാണെങ്കിൽ ഹിന്ദി ഉത്തർപ്രദേശ് ഹിന്ദി അല്ല, രാജസ്ഥാൻ ഹിന്ദി. അതെന്തോ ആകട്ടെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്ത്യയിൽ പ്രത്യേകം ദക്ഷിണേന്ത്യക്കാർ, തമിഴ്നാട്ടുകാരൊക്കെ ഇംഗ്ലീഷിൽ മുന്തി നിൽക്കുന്ന ആൾക്കാരാണ്. കാമരാജിന് ശേഷം അവിടുത്തെ സാധാരണ കുട്ടികൾ പോലും ഇംഗ്ലീഷ് പറയും. അവിടെ നമുക്ക് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റ്, നമുക്കൊരു ലാംഗ്വേജ് വൈസ് ഒരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഇന്നും ഇത്രയായിട്ട് പോലും ലിറ്ററസിയിൽ അങ്ങേയറ്റം നിൽക്കുന്നുവെങ്കിൽ പോലും നമ്മളെപ്പോഴും പുറത്തു പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കേട്ടാലറിയാം ഇത് മല്ലു ഇംഗ്ലീഷാണ്. അപ്പം അതിനൊരു അപവാദമാണ് പണ്ട് ഉണ്ടായിരുന്നു. വി കെ കൃഷ്ണമേനോനുണ്ടായിരുന്നു. വി കെ കൃഷ്ണമേനൊക്കെ മൈഗ്രേറ്റ് സ്ഥാപിൽ പോയിട്ട് 3 മണിക്കൂറെങ്കിൽ നിന്ന് തുടർച്ചയായിട്ട് പ്രസംഗിച്ചതാണ് പാകിസ്ഥാൻ പ്രശ്നം. അത് വളരെ ഗുണം ചെയ്തു. അതുപോലെ തന്നെ മത്തായി, ഉണ്ണികൃഷ്ണൻ MP ആയിരുന്നു, വടകരയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇവരൊക്കെയും ഇംഗ്ലീഷ് പറയുന്ന കാര്യത്തിൽ അതോറിറ്റികളായിരുന്നു വാസ്തവത്തിൽ. പിന്നീട് പോയി കുറേ ആളുകൾ, പേരെടുത്ത് പറയുന്നില്ല, കാരണം പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഈ പോയൊരു സകലമാന പേരും, കാര്യങ്ങളെ കൃത്യമായിട്ട് ബോധിപ്പിക്കാൻ കഴിയാതെ അച്ചടിച്ച ലാംഗ്വേജുമായിട്ട് അവിടെ നിന്ന് വർത്തമാനം പറയുമ്പോൾ അവരിങ്ങനെ നോക്കിയിരിക്കും. അതിൽ ഒരാൾ അവിടെ പോയിട്ട് ക്യാൻസറിൻ്റെ പ്രശ്നങ്ങളും ഹോസ്പിറ്റലിൻ്റെ സാധ്യതകളെക്കുറിച്ച് അല്ലെങ്കിൽ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അന്ന് അവിടെ ഉണ്ടായ സുമിത്ര മഹാജനോ മറ്റോ സ്പീക്കർ പറഞ്ഞു, നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചാൽ മതി, പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തോളാന്ന്. അപ്പം ആയതുകൊണ്ട് തന്നെ ചിദംബരം പറഞ്ഞൊരു കാര്യം, കേരളത്തിലുള്ള MP-മാരോട് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ തമിഴിനായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തമിഴും മലയാളവും ഇംഗ്ലീഷും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പക്ഷേ
അതേ പ്രശ്നം തന്നെയാണ് ശശി തരൂരിനോട് സംസാരിക്കുമ്പോൾ. കാരണം തരൂരിനോട് സംസാരിക്കുമ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഡിക്ഷണറി നോക്കിയിട്ട് വേണം അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചെടുക്കുക എന്നുള്ള അവസ്ഥയാണുള്ളത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള വൊക്കാബുലറി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് നമുക്കൊക്കെ ഒരു അഭിമാനമാണ്. ഇന്ന് കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ നിര ഈ ഒരു കാര്യത്തിൽ പാർലമെൻറ്റ് പോയിട്ട് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന നേതാക്കൾ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ തോന്നൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല, എനിക്കത് തോന്നുന്നുണ്ട്. അപ്പം അതിനൊരു പരിഹാരം ശശി തരൂരിനെ പോലുള്ള ആളുകളാണ്. ഇനി കോൺഗ്രസിൻ്റെ കാര്യം മാത്രമല്ല, കേരളത്തിൻ്റെ കാര്യം അങ്ങനെ പറയട്ടെ. കേരളത്തിൽ നിന്ന് പോകുന്ന ശശി തരൂർ കോൺഗ്രസിൻ്റെ കാര്യം മാത്രമല്ലല്ലോ സംസാരിക്കുക. ഇവിടുന്ന് പോകുന്ന എം പിമാരിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം പിമാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യമല്ലല്ലോ സംസാരിക്കുക. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് എനിക്ക് ഒരു പ്രത്യേക പ്രതിപത്തിയുണ്ട്. ഇങ്ങനൊരാൾ നമുക്ക് ഉയർത്തി കാണിക്കാൻ ഒരാൾ. അപ്പം അങ്ങനെ ഇങ്ങനൊരു ട്രാപ്പിൽ അകപ്പെട്ട് നിൽക്കുകയായിരുന്നു കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട്. ഇപ്പം അതിൻ്റെ കേസിൻ്റെ വിധി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി. അതെനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ശശി തരൂരിനെ പോലുള്ള ഒരാൾ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും കേരളത്തിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളർന്നു വരുന്ന കുട്ടികൾക്ക് അതൊരു മാതൃകയായിരിക്കും. പ്രത്യേക രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നവർക്ക് അതൊരു മാതൃക കൂടി ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു വെറും രാഷ്ട്രീയമല്ലാത്ത അല്ലെങ്കിൽ വെറും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിലുപരി കുറച്ചുകൂടി ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരവസ്ഥ കൂടി സ്വയം സംജാതമാക്കിയിട്ട് അപ്പോൾ അതിനൊരു തലയെടുപ്പ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും കോടതി അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് മാറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു തടസ്സമില്ലാതെ ഓടുന്ന ഒരാളുടെ കാലുമേ ഒരു മത്തങ്ങ കിട്ടിയിട്ടാലത്തെ സ്ഥിതി എന്തായിരിക്കും? അതുപോലെയായിരുന്നു ശശി തരൂരിനുണ്ടായിരുന്നത്. പോലീസിൻ്റെ ഒരു നോട്ടം, കോടതിയുടെ ഒരു നോട്ടം, മാത്രമല്ല ഈ വിധി അദ്ദേഹത്തിന് പ്രതികൂലമായിട്ട് വന്നിരുന്നെങ്കിൽ അതിൻ്റെ പേരിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഒറ്റയടിക്ക് അത് മാറിപ്പോയി. അതിനുള്ള സന്തോഷം അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള പ്രവർത്തനത്തിന് ഈ ഒരു വിധി വലിയ ബലം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമസ്കാരം.